സെക്രട്ടേറിയറ്റിലും മെഡിക്കൽ കോളേജിലും അഗ്നിരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ അടുത്തിടെ കുവൈറ്റിലുണ്ടായ അഗ്നിദുരന്തത്തിന്റെ നടുക്കം ആർക്കും മാറിയിട്ടില്ല. സംസ്ഥാനത്ത് അഗ്നിരക്ഷാ സേനയുടെ NOC ഇല്ലാത്ത 500ഓളം അനധികൃത ഗോഡൌണുകൾ ഉണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം മേനംകുളത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് മരിച്ചിട്ടും അധികാരികൾ കണ്ണു തുറന്നില്ല. ആ ഗോഡൌണിനും NOC ഇല്ലായിരുന്നു. തള്ളി തുറക്കാൻ പോലും കഴിയാത്ത അടഞ്ഞുകിടക്കുന്ന രാജഭരണകാലത്തെ വാതിലുകളാണ് സെക്രട്ടേറിയറ്റിലെ ഏറ്റവും വലിയ ഭീഷണി. ആധുനിക വൈദ്യുതി ഉപകരണങ്ങൾ കാലാകാലങ്ങളിൽ വയ്ക്കാറുണ്ടെങ്കിലും അവ താങ്ങുന്നതിനുള്ള വയറിംഗ് സംവിധാനങ്ങളില്ല. പ്രാഥമിക അഗ്നിശമന ഉപകരണങ്ങളായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ പ്രധാനപ്പെട്ട ഓഫീസുകളിലെല്ലാം ഉണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാർക്ക് വേണ്ടത്ര പരിശീലനം നൽകിയിട്ടില്ല. 1/2 ഡസനോളം അഗ്നിരക്ഷാ സേന ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പെട്ടെന്ന് തീപിടുത്തമുണ്ടായാൽ അതിനെ നേരിടാൻ തികച്ചും അപര്യാപ്തമാണ് ഇപ്പോഴത്തെ സംവിധാനം. സെക്രട്ടേറിയറ്റ് വളപ്പിൽ തീപിടുത്തം തടയാൻ വാട്ടർ ഹൈഡ്രേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനത്തിനാവശ്യമായ വെള്ളമില്ല. ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായാൽ നിലവിലെ സ്ഥിതിയിൽ അത് ഗുരുതരമാകും. തുരുമ്പി പഴകിയ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും പ്രവർത്തനരഹിതമായ വാട്ടർ സ്പ്രേയറുമാണ് ആശുപത്രിയിൽ അധികവും. വർഷത്തിൽ 2 തവണ ഫയർ ഓഡിറ്റ് നടത്തി എല്ലാം പരിഹരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അതും നടപ്പാക്കുന്നില്ല. നിയമവും നടപടികളും കർശനമായാൽ മുന്നിലുള്ള വലിയ ദുരന്തം ചിലപ്പോൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലോടെ തേർഡ് ഐ വിഷൻ.